ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു ഫുൾ വിശേഷം കേട്ടാലോ? അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ടായിരുന്നു, 1-2 സീനും കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഒപ്പം വരുന്ന സ്റ്റാർ ബട്ടനും, പിന്നെ പുതുതായിട്ട് വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തുകൂടെ വെച്ചുള്ളൂ, കാരണം നോട്ടിഫിക്കേഷനൊക്കെ കൃത്യമായിട്ട് കിട്ടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിൽ ഫസ്റ്റ് ടൈം കാണിക്കുന്നത് തന്നെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും നമ്മുടെ അലീനയ്ക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ അത് ആർക്കാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കും ബബിതേച്ചിക്കുമാണെന്ന് കൃഷ്ണമോള് പറയും കേട്ടോ. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ആ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ട് പറയും ഇത് ആർക്കാന്ന് ചോദിക്കുമ്പം ബബിത പറയും ഇതെല്ലാം ഞാൻ അലീന ചേച്ചിക്ക് വേണ്ടി മേടിച്ചതാന്ന് പറയും. ചുരിദാർ, ലാച്ച, പിന്നെ ഇന്നർ, അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണമോള് പറയും അലീന ചേച്ചിക്ക് ഇഷ്ടമായോ എന്ന് നോക്കി. അപ്പം അലീന വളരെ അന്തം വിട്ട് അതിശയത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, തനിക്ക് വേണ്ടിയിട്ട് ബബിത പോയി ആ ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് അലീനയ്ക്ക് അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം പണ്ട്, അതായത് കുറേ നാൾ മുന്നേ നമ്മുടെ ബബിത നമ്മുടെ അലീനയുടെ കുറേ ഡ്രസ്സുകളൊക്കെ കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു. അന്നേരം കൃഷ്ണമോള് പറയുകയാണ് കേട്ടോ ഈ സമയത്ത്, അതെ അലീന ചേച്ചി ഒരുപാട് ആലോചിക്കുകയൊന്നും വേണ്ട, ഇത് ഒരു നഷ്ടപരിഹാരമായിട്ട് വേണമെങ്കിൽ കൂട്ടിക്കോ കേട്ടോ. അപ്പോൾ അലീന ചോദിച്ചു അതെന്താ മോളെ? അതെ പണ്ട് ബബിതേച്ചി അലീന ചേച്ചിയുടെ കുറേ ഡ്രസ്സൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കുറ്റബോധം ഇപ്പോഴാണ് തോന്നിയത്. അപ്പം ബബിത പറഞ്ഞു പോടി അവിടെ നിന്ന്, അതൊന്നുമല്ല, എനിക്ക് മേടിച്ച് തരണമെന്ന് തോന്നി അലീന ചേച്ചി, അതുകൊണ്ട് ഞാൻ മേടിച്ച് തന്നാന്ന് പറഞ്ഞു. എൻ്റെ കൃഷ്ണമോള് വീണ്ടും അലീനയുടെ അടുത്ത് പറയാണ്, അതെ ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസിൽ നിന്നല്ല എടുത്ത, പുറത്ത് പോയി എടുത്തതാ, അതും ഏകദേശം ഒരു 10,000-10,000 രൂപ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അലീന ചേച്ചി ബബിതേച്ചി മുടക്കി അലീന ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാന്ന് പറഞ്ഞു. എന്തിനാ മോൾ അങ്ങനെയൊക്കെ? അഥവാ എടുക്കണമെങ്കിൽ തന്നെയും വില കുറഞ്ഞ ഡ്രസ്സ് നമ്മുടെ കടയിൽ നിന്ന് നിനക്ക് എടുത്ത് തന്നാൽ പോരെ എന്നൊക്കെ അലീന പറയണ. അതൊന്നും സാരമില്ല, അതെ ഇതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പാകമായിട്ടില്ലെങ്കിൽ ഇനി തിരിച്ച് തന്നേരെന്ന് പറഞ്ഞിട്ട് ബബിത റൂമിൽ നിന്ന് അങ്ങ് പോവുകയാണ്, അലീനയുടെ റൂമിൽ നിന്ന്. ആ സമയം കൃഷ്ണമോള് പറയുന്നുണ്ട്, പണ്ടത്തെ ബബിതേച്ചിയൊന്നും അല്ല അലീന ചേച്ചി, ഒരുപാട് മാറ്റമുണ്ട് നമ്മുടെ ബബിതേച്ചിക്ക്, ഒരുപാട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അലീന ചേച്ചിയുടെ ഏറ്റവും വലിയ ഫാന് ബബിതേച്ചിയാണെന്നാണ് തോന്നുന്നതെന്ന്. അങ്ങനെ പറഞ്ഞപ്പം അലീന ചിരിക്കാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, അതെ ഞാനാണ് ആദ്യത്തെ ഫാൻ, അത് മറക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് പറഞ്ഞു ചേച്ചി ഇതൊക്കെ ഇട്ട് നോക്ക്, നമുക്ക് പാകം അല്ലെങ്കിൽ മാറ്റി മേടിക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളും പോവാണ് കേട്ടോ. അങ്ങനെ അലീന ആ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ചേർത്ത് നെഞ്ചോട് വെച്ചുകൊണ്ട് ആ ഒരു സന്തോഷം, സങ്കടമാണോ സന്തോഷമാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കൊരു സന്തോഷമായിരുന്നു ആ ഒരു നിമിഷങ്ങളെന്ന് പറയുന്ന അലീനയ്ക്ക്. കാരണം തൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം, ഇത്രയും നാളും കിട്ടാതിരുന്ന സ്നേഹം, അത് മാത്രമല്ല അലീനയ്ക്ക് ആ സ്നേഹനികേതത്തിലായിരുന്ന സമയത്തൊന്നും ഇങ്ങനെ വില കൂടിയ ഡ്രസ്സോ അങ്ങനെയൊന്നും ജീവിതത്തിൽ പോലും അലീനയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പം തൻ്റെ അനുജത്തിയുടെ കൈ കൊണ്ട് തന്നെ അതൊക്കെ കിട്ടുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ ഒരു സന്തോഷം, അതായിരുന്നു ആ നിമിഷങ്ങളിൽ അലീനയ്ക്ക് അനുഭവിക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രോഹിത്തിന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വരെയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് രോഹിത്ത് വായിക്കണം. അപ്പോൾ കൃഷ്ണമോൾ അടുത്തോട്ട് ചെല്ലും, ഇതെന്താ രോഹിയേട്ടാന്ന് ചോദിക്കുമ്പം കോളേജിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ലെറ്ററാണ്, നാളെ കോളേജിലോട്ട് ചെല്ലണം, നാളെ ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണമോള് ചോദിക്കുക എന്തിനായിരിക്കുക? അതറിയില്ല, അലീന ചേച്ചീനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു എങ്കിൽ പിന്നെ വേറൊന്നുമില്ല രോഹിയേട്ടാ, മിക്കവാറും ഡിസ്മിസ്സിങ് അടിച്ച് കയ്യിൽ തരാനായിരിക്കും. പിന്നെ രോഹിയേട്ടൻ പറഞ്ഞത് വെച്ചിട്ട് അലീന ചേച്ചി അന്ന് നമ്മുടെ പ്രിൻസിപ്പൾ അച്ഛനിട്ട് നല്ലപോലെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ചേർത്ത് അലീന ചേച്ചിക്കും കൂടെ കൊടുക്കാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ രോഹിത് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകെ ഒരു ഡൗൺ ആണ്. ആ കോളേജിൽ പോയി വന്നതിൽ പിന്നെ രോഹിത്തിന് ആ ഒരു ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അലീന വരെയാണ്. അപ്പം അലീന ചോദിച്ചു എന്നെ വിളിച്ചായിരുന്നോ എന്ന് രോഹിയുടെ അടുത്ത് ചോദിക്കണം. അത് എന്നെ വിളിച്ചായിരുന്നു എന്നിങ്ങനെ പറയും. അതിങ്ങനെ കോളേജിൽ നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, അലീന ചേച്ചി നാളെ കോളേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു, ഒപ്പം അലീന ചേച്ചീനെയും കൂടെ കൂട്ടിക്കൊള്ളാനും പറഞ്ഞു. അതെന്തിനാടാ എന്നെ കൊണ്ടുപോകണത്? പാരൻസ് ആരെങ്കിലും അല്ലേ രോഹിത്തെ കൂടെ ചെല്ലേണ്ടത്? ഗാർഡിയനായിട്ട് അച്ഛനുള്ളപ്പോൾ അച്ഛനെ കൊണ്ടുപോയാൽ പോരെ എന്നിങ്ങനെ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് പറഞ്ഞു എനിക്കറിയില്ല അതേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നതനുസരിച്ച് അലീനയും കൂട്ടി ചെല്ലാനാണ്
പറഞ്ഞിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇതിൽ വേറൊന്നുമില്ല അലീന ചേച്ചി, മിക്കവാറും നിങ്ങളെ അവിടെ ഇട്ട് എല്ലാവരുടെയും മുന്നിലിട്ട് നന്നായിട്ട് പൊരിച്ചിട്ട് ആ ഒരു ഡിസ്മിസ് എഴുതി ഇങ്ങനെ കയ്യിൽ തരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ രോഹിത്തിൻ്റെ മുഖം ഒന്ന് താഴ്ന്നു കേട്ടോ. കാരണം വിഷമം കൊണ്ട് ഇനി വീണ്ടും അവിടെ പോയി അവർ വായിരിക്കുന്നതൊക്കെ അലീന ചേച്ചി ഉൾപ്പെടെ ഞാൻ കാരണം കേൾക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് രോഹിത്തിൻ്റെ മുഖം അങ്ങ് വാടി. അപ്പോഴേക്കും അലീന നല്ലൊരു പിച്ച് നമ്മുടെ കൃഷ്ണമോളുടെ ചെവിക്കിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പറയും, മോനെ നീ അതൊന്നും ഓർത്ത് ടെൻഷനാവണ്ട, നീ പോയി കുറച്ച് നേരം കിടന്നോ എന്ന് പറയാം. എന്നിട്ട് അവൻ രോഹിത്ത് മേളിലോട്ട് കയറിപ്പോയി കഴിയുന്ന സമയത്ത് അലീന പറയും, എന്തിനാണ് ഈ കൃഷ്ണമോൾ അവൻ്റെ മനസ്സിനെ വീണ്ടും തളർത്തുന്നത്? അതിപ്പോൾ അല്ലെങ്കിലും ആ കോളേജിൽ പോയി വന്നതിന് ശേഷം രോഹിയേട്ടൻ ആകെ ഒരു മൂഡ് ഓഫാണ് അലീന ചേച്ചി എന്ന് പറയും. എന്തായാലും അലീന പറഞ്ഞു, എന്തായാലും പോയി നോക്കാം, എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ അലീന പറഞ്ഞു. കൃഷ്ണമോൾ പറഞ്ഞു, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അലീന ചേച്ചി, മിക്കവാറും ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീനയ്ക്ക് ഉള്ളിലൊരു വിഷമമാണ്. കാരണം തൻ്റെ അനുജൻ്റെ ആ ഭാവി പോവാണല്ലോ. കാരണം ഒരു എൻജിനീയറിങ് പഠിക്കുക ഒരു കുട്ടിയായിരുന്നു, അവൻ്റെ ആ ഒരു വർഷം കൂടെ വെറുതെ പോയി, ഇത്രയും വർഷം പോയതും വെറുതെ ആയി, ആകെ ഒരു ഇതായി പോയല്ലോ. അതോർത്തിട്ട് അലീനയ്ക്കും വല്ലാത്തൊരു വിഷമം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന അലീന രാത്രി കിടക്കാനായിട്ട് ഇങ്ങനെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വൈജയന്തി കടന്നു വരികയാണ്. വൈജയന്തി വന്നതിന് ശേഷം അലീനയുടെ അടുത്ത് പറയും, അതെ ഞാൻ വന്നത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ, മുഖം താഴ്ത്തി. അപ്പം പറഞ്ഞു, അതെ നീ നാളെ ഇന്നൊരു രാത്രി കൂടെ ഇവിടെ കിടന്നിട്ട് നാളെ നീ എന്തായാലും ഇവിടം വിട്ട് പോയിരിക്കണമെന്ന് പറഞ്ഞു. നിനക്കത് പറ്റുമോ എന്ന് വൈജയന്തി അലീനയോട് കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറഞ്ഞു, മാഡം എനിക്ക് ഒരാഴ്ചയും കൂടെ കുറച്ച് ദിവസം കൂടെ എനിക്ക് രോഹിത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്, മാഡം അതിനെ എന്നെ അനുവദിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം. ആ സമയം വൈജയന്തി പറഞ്ഞ്, അതെ ഈ കുടുംബം നോക്കാൻ ഇവിടെ ഞാനും ബാലേന്ദ്രനും ഉണ്ട്, നീ അധികം വലിയ ആളൊന്നും കളിക്കണ്ട, നീ ചെയ്തിടത്തോളം തന്നെ ഞങ്ങൾക്ക് മതി. എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളോടും ഭർത്താവിനോടും ചെയ്തിടത്തോളം എനിക്ക് വളരെ പ്രയോജനങ്ങൾ എന്നെ നീ ചെയ്തിരിക്കുന്നത്. നിനക്ക് നാളെ ഇന്നൊരു രാത്രി കിടന്ന് നാളെ പോകാൻ പറ്റുമോ ഇല്ലയോ അതിനുള്ള മറുപടി നീ തന്നാൽ മതി. അപ്പോഴേക്കും അലീനയ്ക്ക് അങ്ങ് ദേഷ്യം സങ്കടവും വന്നു കേട്ടോ. കാരണം ഒരു മനുഷ്യത്വം ഇല്ല, സ്വന്തം അമ്മയാണ് പെറ്റമ്മയാണ് ആ മുന്നിൽ നിൽക്കുന്നത്, ആ ഒരിത് അറിയില്ല, എങ്കിലും ഒരു മനുഷ്യൻ്റെ കൂടെ കുറച്ചും കൂടെ പരിഗണന കാണിച്ചൂടെ എന്ന ചിന്തയിൽ അലീന പറഞ്ഞു, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വൈജയന്തി ഉടൻ തന്നെ പറഞ്ഞു, എടി എനിക്കറിയാം നീ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്, എനിക്കറിയാം എന്ന് എന്നെ പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ എന്തായാലും നീ പോകില്ല എന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ല, എനിക്ക് കുറച്ച് സമയം കൂടെ വേണം എന്നല്ലേ പറഞ്ഞോളൂ. വേണ്ടടി, എനിക്ക് ആദ്യമേ തന്നെ അറിയാം നിനക്ക് ഇവിടെ നിന്ന് ഉണ്ടും തിന്നും കിടന്നും നീ അങ്ങ് കൊതി വെച്ചിട്ടുണ്ട്, അതിൻ്റെതാ നീ ഈ കാണിക്കുന്നത്. ആയിക്കോട്ടെടി, എന്തായാലും വീട്ടുജോലിക്ക് വന്നിട്ട് വീട്ടുകാരിയെ അടിച്ച് പുറത്താക്കിയിട്ട് വീട്ടുജോലിക്കാരി അവിടെ സ്ഥാനം പിടിച്ചു എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോൾ വിശ്വാസമായി എന്നിങ്ങനെ വൈജയന്തി പറഞ്ഞിട്ട്, നീ പോണ്ടടി എന്ന് പറഞ്ഞ് ഒരു ആട്ട് പോലെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് വൈജയന്തി റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. അലീന അവിടെ ഇരുന്ന് ഒരുപാട് മനസ്സ് വിഷമിക്കുകയാണ്. കാരണം ഇത്രയും തൻ്റെ കുടുംബത്തിന് വേണ്ടി തൻ്റെ കൂടപ്പിറപ്പുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടും അതൊന്നും മനസ്സിലാക്കാൻ പോലും അമ്മയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്തിട്ടുള്ള ഒരു സങ്കടം കൊണ്ട് അലീന സങ്കടപ്പെടുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ മാമച്ചൻ്റെയും ഗ്രേസമ്മയുടെയും വീടാണ്. അപ്പം നമ്മുടെ രേവതിക്കുട്ടി അവിടുത്തെ പട്ടിക്ക് എന്തോ ഫുഡ് കൊടുക്കാനായിട്ട് പോകണം. തിരിച്ച് വരുന്ന സമയത്ത് ഒരു കാറ് വരുന്നുണ്ട്. രേവതിക്കുട്ടി നോക്കുമ്പോൾ ടോണിച്ചൻ്റെ കാറാണ്. രേവതിക്കുട്ടി അപ്പം തന്നെ ഒരൊറ്റ ഓട്ടം വിട്ട് കയറി കതവം അടച്ചിട്ട് അകത്ത് പോകും കേട്ടോ. അപ്പോൾ അവിടെ മാമച്ചനും ഗ്രേസമ്മയും എന്തൊക്കെയോ പറഞ്ഞ് കാല് തിരുമ്മി താന്നും പറഞ്ഞുകൊണ്ട് മാമച്ചൻ ഗ്രേസമ്മയോടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗ്രേസമ്മ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ തല ചൊറിയാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ മാമച്ചൻ നിങ്ങൾ എന്താ പറയണത്, നാണക്കേടെന്ന് അല്ലേ. അപ്പോൾ താൻ ഈ മാഗസീൻ അങ്ങ് വെച്ചിട്ട് നിങ്ങൾ എന്നെ കാല് തിരുമിക്കുമെന്നും പറഞ്ഞ് ഗ്രേസമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രേവതിക്കുട്ടി ഓടി വന്നിട്ട് പറയാം, അതെ രണ്ടും കൂടെ ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നോ, ദേ ആ ചെറുക്കൻ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കും, ഏത് ചെറുക്കനാടി മോളെ? അതെ ആ ടോണി എന്ന് പറയും. അവനെയാണോടി നീ ചെറുക്കാന്ന് വിളിച്ച്, എന്തിനാ അവൻ വന്നത്? അതെ എനിക്കറിയില്ല, ഇന്ന് കണ്ടിട്ട് കുടിച്ചിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പം മാമച്ചൻ പറയാം, എന്തായാലും അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് നീ പോയി ചോദിച്ചിട്ട് വരാൻ പറയും. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി പോയി ചോദിച്ചിട്ട് പറയാം, എന്തേ വന്നതെന്ന് ചോദിക്കും. കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ ബാക്കി വല്ലതും പറയാനാണോ എന്ന് ചോദിക്കും. അപ്പോൾ ടോണി പറയും, എന്നോട് ക്ഷമിക്കും
ക്ഷമിക്കണം, ഞാൻ അന്ന് ഒരുപാട് മദ്യപിച്ചിട്ട് വളരെ മോശമായിട്ട് ആൻറ്റിയുടെ അടുത്തും അങ്കിളിൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പം രേവതിക്ക് മനസ്സിലായി എന്തായാലും സോറി പറയാനായിട്ടാണ് വന്നത് എന്നുള്ള കാര്യം നമ്മുടെ രേവതിക്ക് മനസ്സിലായി. അതെ, ഇനി അകത്ത് കയറിക്കും എന്തായാലും അവരുടെ അടുത്ത് മാപ്പ് പറയാനൊക്കെ ആയിട്ട് വന്നെങ്കിൽ ശരി, ഇനി അകത്ത് കയറിയിട്ട് സംവിധം മാറിപ്പോകരുത് എന്ന് പറഞ്ഞിട്ട് രേവതി ടോണീനെയും കൊണ്ട് അകത്തോട്ട് വരണം. അപ്പോഴേക്കും നമ്മുടെ മാമച്ചനും ഗ്രേസമ്മയും വരിക. അപ്പോൾ എന്താ ടോണിന്ന് മാമച്ചൻ ചോദിക്കും, അങ്കിളെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു, എന്തോ ഒരു അനാവശ്യം ടോണി നീ പറഞ്ഞത്, ഞങ്ങൾ നിന്നോട് തെറ്റ് ചെയ്തു എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞത് എന്ന് പറയും. ആ സമയം ടോണി പറയും, എനിക്ക് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ ആൻറ്റി, പക്ഷേ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് കൂടി എനിക്ക് ഓർമ്മയില്ല, മനസ്സിൽ വിങ്ങി കിടന്ന കുറേ വിഷമങ്ങൾ ഞാൻ ബാറിൽ കയറി കുടിച്ചു, എന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മാമച്ചൻ പറയും, എൻ്റെ മകൻ്റെ സ്ഥാനമേ എൻ്റെ മകൻ്റെ പ്രായമേ നിനക്കുള്ളൂ, നീ ഇങ്ങനെ ഈ പ്രായത്തിലൊന്നും കുടിച്ചിങ്ങനെ ആവരുത്, ഞങ്ങൾക്ക് വേണമെങ്കിൽ പോലീസ് പിടിച്ച് പറഞ്ഞ് നിന്നെ ആക്കാം, വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി മദ്യപിച്ച് വഴക്കുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ചെയ്യാം, പക്ഷേ ഞങ്ങളതൊന്നും ചെയ്തില്ല എന്നൊക്കെ സംസാരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് മാപ്പൊക്കെ പറഞ്ഞ് ടോണി മാമച്ചനുമായിട്ട് ഒരു കോംപ്രമൈസൊക്കെ ആയി പോവാണ്, സന്തോഷത്തോടെ പോവാണ്. പക്ഷേ ആ സത്യങ്ങൾ അന്ന് പറഞ്ഞത് ചുമ്മാ തോന്നലുകൾ മാത്രമാണെന്നാണ് ടോണി പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ജിജോയുടെയും ഷെറിൻ്റെയും കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രൊമോയിൽ നമുക്ക് വരും കേട്ടോ, അടുത്ത പ്രൊമോയിൽ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയും നമ്മുടെ രോഹിത്തും കൂടെ കോളേജിലേക്ക് പോകുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു സീനൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ കോളേജിൽ എത്തിക്കഴിയുമ്പോൾ രോഹിത്തിനെ തിരിച്ചെടുത്തു എന്നുള്ള സന്തോഷം അവർ അറിയുന്നുണ്ട്. പിന്നെ അച്ഛൻ രോഹിത്തിനെ ഉപദേശിക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, അങ്ങനത്തെ സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വൈജയന്തി ആ വീട് വിട്ട് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്ന സീനൊക്കെ നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ ഫുൾ വിശേഷം മഴതോറും മുമ്പ് എല്ലാവരും കേൾക്കുക. നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.